സമാനമായ സാഹചര്യത്തിലേക്ക് വഴിമാറിയ ഇന്ത്യ പാക് സംഘർഷം 4ാം നാൾ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലെത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 22-ന് 26 പേരുടെ മരണത്തിൽ കലാശിച്ച പഹൽഗാം ഭീകരാക്രമണത്തോടെയാണ് പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കമായതെങ്കിലും അതിന് മറ്റൊരു തലം കൈവന്നത് ഏപ്രിൽ 7-ലെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള അളന്നുമുറിച്ച് പ്രത്യാക്രമണമായിരുന്നു അതെങ്കിലും പിന്നീട് ഇരുപക്ഷത്തു നിന്നും ഡ്രോൺ വർഷം ഉൾപ്പെടെ ആക്രമണങ്ങളിലേക്ക് അത് വഴിമാറി. അതാണ് യുദ്ധസമാന സാഹചര്യങ്ങളിലേക്ക് വഴിമാറിയത്. ഇതോടെ ദക്ഷിണേഷ്യ ഒരിക്കൽ കൂടി യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക ഈ ഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ പങ്കുവച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇരു രാജ്യങ്ങളും തമ്മിൽ 3 തവണ സാങ്കേതികമായി തന്നെ യുദ്ധം നടന്നിട്ടുണ്ട്. അതിനിടയിൽ പലതവണയായി അതിർത്തി സംഘർഷങ്ങളും വെടിനിർത്തൽ ലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇരുപക്ഷത്തും ആൾനാശവും ഉണ്ടായിട്ടുണ്ട്. ആണവായുധ ശേഷിയുള്ള 2 രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളെ ആഗോള സമൂഹം പൊതുവിൽ ആശങ്കയോടെയാണ് വീക്ഷിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ആണവായുധ പ്രയോഗത്തിനുള്ള സാധ്യതയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. നാശം വിതക്കുമായിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടാൽ അത് ദക്ഷിണേഷ്യയിൽ തന്നെ കനത്ത നാശം വിതയ്ക്കാൻ പര്യാപ്തമാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഇരു രാജ്യങ്ങളുടെയും ആയുധശേഷി അത്രയും വലുതാണ്. 2025-ലെ $74.4 ബില്യൺ ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് എന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാഷ്ട്രവും ഇന്ത്യയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പാകിസ്ഥാനും ആയുധങ്ങൾ സംഭരിച്ചു കൂട്ടുന്നതായി മിലിറ്ററി ബാലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം പ്രതിരോധ ചെലവിനായി $10 ബില്യൺ അവരും നീക്കിവെച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല ഏഷ്യൻ വൻകരയെ തന്നെ അനിശ്ചിതത്വത്തിലാക്കുന്ന മറ്റ് സാമ്പത്തികവും ഭൂമിശാസ്ത്രവുമായ മറ്റു ഘടകങ്ങളും യുദ്ധം സംജാതമാക്കും. നിലവിൽ തന്നെ വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ബലൂജ് വിഘടനവാദികൾ അവിടെ ആഭ്യന്തര കലഹത്തിലാണ്. യുദ്ധമുണ്ടായാൽ ഈ നീക്കം ശക്തമാകാൻ സാധ്യതയുണ്ട്. ചൈന പോലുള്ള രാജ്യങ്ങൾ യുദ്ധ സാഹചര്യങ്ങളെ എങ്ങനെ സമീപിക്കണമെന്നും നിർണായകമാണ്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അടക്കമുള്ള നയതന്ത്ര വിദഗ്ധർ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളുമായി തുടക്കം മുതൽ സംഭാഷണത്തിന് മുതിർന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതെന്തായാലും ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും തുടർ ചർച്ചകളിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തതോടെ യുദ്ധാശങ്കയുടെ കാർമേഘം ഒഴിഞ്ഞിരിക്കുകയാണ്. Thank you.